10 മിനിറ്റ് കൊണ്ട് കറണ്ട് അഫയേഴ്സിൽ 2026 ജനുവരി മാസം വരെയുള്ള നമ്മുടെ ഇന്ത്യയുടെ പദവിയിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ അഥവാ പ്രധാന പദവി വഹിക്കുന്ന വ്യക്തികളെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിച്ചാലോ? മത്സര പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കോഡിലൂടെ തന്നെ സെറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം. ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ദ്രൗപദി മുർമു ആണ്. നമ്മുടെ നിലവിലെ പ്രസിഡന്റ്. 2026 ജനുവരി മാസമാണ് ഇത്. അപ്പൊ നിലവിലെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയെ കുറിച്ചിട്ട് ആരും മുറുമുറുക്കാറില്ലല്ലേ? പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ദ്രൗപദി മുർമു. ആരും മുറുമുറുക്കരുത്, അതാണ് കോഡ്. എങ്കിൽ വൈസ് പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണനാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ്. ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി കഴിഞ്ഞ് അടുത്ത സ്ഥാനം. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഉപ എന്നാൽ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്നത്. രാധയും കൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ്. കൃഷ്ണനും രാധയും അല്ലേ? അങ്ങനെ ഓർത്തോളൂ. പുള്ളി തമിഴ്നാടുകാരനാണ്. അപ്പൊ CP രാധാകൃഷ്ണനാണ് നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്. എങ്കിൽ പ്രൈം മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ അതിന് കോടൊന്നും വേണ്ട, നരേന്ദ്ര ദാമോദർദാസ് മോഡിയാണ്. നരേന്ദ്രമോദി. എങ്കിൽ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ സൂര്യകാന്താണ്. 53ാമത്തെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാർ എപ്പോഴും സൂര്യനെ പോലെ ആയിരിക്കും അല്ലേ? ബാക്കി വക്കീലന്മാരും പ്രതികളും എല്ലാം താഴെ ഗ്രഹത്തിനെ പോലെ താഴെ നിൽക്കുമ്പോഴത്തേക്കും ജഡ്ജി മാത്രം മുകളില് സൂര്യനെ പോലെ അല്ലെങ്കിൽ സൂര്യകാന്തി പൂവ് പോലെ തലയെടുപ്പോടുകൂടി ജ്വലിച്ചു നിൽക്കും. അതാണ് കോഡ് സൂര്യകാന്ത്. എങ്കിൽ RBI ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ് RBI ഗവർണർ. റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. എപ്പോഴും കാശ് വെച്ചേക്കും. പുള്ളി കാശ് വെച്ചേക്കുന്നത് സഞ്ചിയിലാണ് എന്ന് ഓർത്തോളൂ. സഞ്ചിയില് കാശ് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും കൊടുക്കും. അതാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ചിയിലാണ് പുള്ളി കാശ് വെച്ചേക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. എങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് ആര് എന്ന് ചോദിച്ചാൽ അനിൽ ചൗഹാൻ ആണ്. ഡിഫൻസ് എന്നാൽ പ്രതിരോധം. പ്രതിരോധം. ആരെങ്കിലും പ്രതിരോധിക്കാൻ വന്നാൽ അദ്ദേഹം പറയും അനിയ നില്ല്, നിൽക്കാൻ പറയും. അതാണ് പ്രതിരോധം. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിൽക്കാൻ പറയും. ചീഫ് ഓഫ് ഡിഫൻസ് ആണ്. നമ്മുടെ നേവിയുടെയും എയർഫോഴ്സിന്റെയും ആർമിയുടെ ഒക്കെ ഹെഡാണ്. അപ്പൊ മൊത്തം ഡിഫൻസിന്റെ ഹെഡാണ്. അപ്പൊ അദ്ദേഹം പ്രതിരോധിക്കും. അനിയ നിൽ. അതാണ് അനിൽ ചൗഹാൻ. അനിൽ ചൗഹാൻ. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ നേവി ചീഫ് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് എന്നാൽ നമ്മുടെ നമ്മുടെ നേഷനിലെ കടലിലേക്ക് പോകാനുള്ള 3 പാത്ത് അദ്ദേഹത്തിന് അറിയാം. നേഷ് 3 പാത്ത്. നേഷൻ 3 പാത്ത് കടലിലോട്ട് പോകാനുള്ളതെന്ന് ഓർത്തോളൂ. ദിനേശ് കുമാർ ത്രിപാഠി. അല്ലെ 3 എന്നാൽ 3 ആണ്. പാത്ത് എന്നാൽ വഴി. 3 വഴി അദ്ദേഹത്തിന് അറിയാം. ദിനേശ് എന്നാൽ നേഷൻ എന്നും ഓർത്തോളൂ. നേവി ചീഫ്. നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര സംരക്ഷണമാണല്ലേ? എങ്കിൽ ആർമി ചീഫ് ആര് എന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി. ആർമി ചീഫിനെ ആവശ്യമില്ലാതെ ആരെങ്കിലും ഒക്കെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്വി എന്നാൽ 2 ആണ്. വേദി എന്നാൽ വെടി എന്നോർത്തോളൂ. 2 വെടി വെച്ച് വരും. ആർമി ചീഫ് ആണല്ലേ? ഭയങ്കര ദേശീയകാരനാണ്. അപ്പൊ ഉപേന്ദ്ര എന്നാൽ ഉപദേശം എന്നും, ദ്വി എന്നാൽ 2 എന്നും, വേദി എന്നാൽ വെടി എന്നും ഓർത്തോളൂ. ഉപേന്ദ്ര ദ്വിവേദി ആർമി ചീഫ്. എങ്കിൽ എയർഫോഴ്സ് ചീഫ് ആര് എന്ന് ചോദിച്ചാൽ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലൊക്കെ ചാടി പലരും എയറിൽ പോകാറുണ്ടെന്നൊക്കെ പറയുമല്ലേ? എയറിൽ പോകുമ്പോഴത്തേക്കും ദേഷ്യം വരും. അമറും അമറും അമറും. അതാണ് മാർഷൽ അമർപ്രീത് സിംഗ്. എയറിൽ പോകുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാതാവുമ്പോഴാണ് എല്ലാരും കൂടെ കളിയാക്കി എയറിൽ വിടുന്നത്. അതാണ് അമർപ്രീത് സിംഗ്. അങ്ങനെ ഓർത്തോളൂ. എങ്കിൽ അടുത്തതിലേക്ക് പോവാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ K സഞ്ജയ് മൂർത്തിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണക്ക് പിള്ള. നമ്മുടെ രാജ്യത്തെ എല്ലാത്തിന്റെയും കണക്കും കാര്യങ്ങളൊക്കെ നോക്കി ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ ഭരണപക്ഷത്തുള്ളവർ വന്നിട്ട് കണക്ക് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തെ ജയ് വിളിക്കും. ജയ് വിളിച്ചിട്ട് പറയും മതി മതി കണക്ക് നോക്കിയത് അത്രയും മതി എന്ന്. അങ്ങനെ കണക്ട് ചെയ്യാം. അതാണ് ജയ് വിളിച്ചിട്ട് മതി എന്ന് പറയുന്നത്. സഞ്ജയ് മൂർത്തി. കണക്ക് പിള്ള എന്നോർത്തോളൂ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തിയാണ്. എങ്കിൽ അറ്റോർണി ജനറൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ. നിയമം കട്ടയ്ക്ക് പഠിച്ച മാനാണ് R വെങ്കട്ട രമണി. വെങ്കട്ട അതാണ് കട്ടയ്ക്ക് പഠിച്ച രമണി. അതിലൊരു മാൻ ഉണ്ട്. R വെങ്കട്ട രമണി. നിയമം കട്ടയ്ക്ക് പഠിച്ച മാൻ.
എങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ ശക്തികാന്ത് ദാസ് ആണ്. നമ്മുടെ സ്കൂളിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ടീച്ചർമാരുടെ കൂട്ടത്തിലെ ഹെഡ് ആയിരിക്കും പ്രിൻസിപ്പൾ അല്ലേ, സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെങ്കിലും. അങ്ങനെ ഓർത്തോളൂ. അപ്പൊ പ്രിൻസിപ്പൽ സെക്രട്ടറി ശക്തിയുള്ള ആളായിരിക്കും. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തിയുള്ള സ്റ്റാഫ് ആര് എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൾ. അങ്ങനെ കണക്ട് ചെയ്യാം. ശക്തികാന്ത ദാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി. എങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ TV സോമനാഥ്. ഒരു ക്യാബിനറ്റ് ഓർത്തോളൂ. ഒരു ക്യാബിനറ്റിന്റെ അകത്ത് ഒരു ഓഫീസർ ഇരുന്ന് TV കാണുകയാണ്. TVയിൽ ആരുടെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടർ സോമന്റെ സിനിമയാണ് എന്നും ഓർത്തോളൂ. കോർഡിനേറ്റ് അതാണ് TV സോമനാഥ്. ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റിനുള്ളിലാണ്. എങ്കിൽ സെബി ചെയർമാൻ, സെബി എന്നാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. സെബി ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ തുഹിൻ കാന്ത പാണ്ഡെ ആണ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. സെബി എന്നാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിലെ സെക്യൂരിറ്റി എടുക്കുക. തുഹിൻ കണ്ട ആൾക്കാർക്കെല്ലാം പണ്ട് മുതലേ സെക്യൂരിറ്റി കൊടുക്കുമായിരുന്നു. അദ്ദേഹം കെയറിങ്ങിന്റെ ആളാണ്. തുഹിൻ എന്ന വ്യക്തി കണ്ട ആൾക്കാർക്കെല്ലാം പണ്ട് മുതലേ സെക്യൂരിറ്റി. അതാണ് തുഹിൻ. കാണ്ട എന്നാൽ കണ്ട ആൾക്കാർക്ക്, പണ്ട് മുതലേ എന്നാൽ പാണ്ഡെ. അങ്ങനെ കണക്ട് ചെയ്യൂ. തുഹിൻ കാന്ത പാണ്ഡെ. എങ്കിൽ ISRO ചെയർമാൻ വി നാരായണ. ISRO വിക്ഷേപിച്ച് സാറ്റലൈറ്റ് വിജയിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. V ഫോർ വിക്ടറി. ആ V ഇവിടെ ഉണ്ട്. അത് സാറ്റലൈറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം പ്രാർത്ഥിക്കും എന്ന് ഓർത്തോളൂ. നാരായണ എന്ന്. അങ്ങനെ കണക്ട് ചെയ്യാം. V ഫോർ വിക്ടറി നാരായണ. V നാരായണ ISRO ചെയർമാന്. അങ്ങനെയെങ്കിൽ റവന്യൂ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അരവിന്ദ് ശ്രീവാസ്തവ. റവന്യൂ ആണ്. റവന്യൂ വാസ്തവമുള്ള ഒരുത്തനെ ഏൽപ്പിക്കാവൂ, അല്ലെങ്കിൽ മുഴുവൻ അടിച്ചോണ്ട് പോവല്ലേ കിട്ടുന്ന റവന്യൂ മുഴുവൻ. അങ്ങനെ കണക്ട് ചെയ്യൂ. റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവ. വാസ്തവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തോളൂ. എങ്കിൽ ഫൈനാൻഷ്യൽ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അജയ് സേത്ത്. പണ്ടത്തെ സിനിമയിലൊക്കെ സേട്ടുമാരുടെ കയ്യിൽ നിന്നായിരിക്കും പട്ടിക്ക് പലിശ വായിക്കുന്നതല്ലേ. സേട്ടു എപ്പോഴും അജയനായിരിക്കും, നിറച്ച് കാശ് കാണും. അങ്ങനെ കണക്ട് ചെയ്യുള്ളൂ. അതാണ് അജയ് സേത്ത്. സേത്തുമാരുടെ കയ്യിലാണ് ഫൈനാൻസിന് പൈസ മേടിക്കുന്നത് ഫൈനാൻഷ്യൽ സെക്രട്ടറി. എങ്കിൽ സ്പീക്കർ ഓഫ് ലോക്സഭ ഓം ബിർളയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോഴത്തേക്കും അദ്ദേഹം ഒന്നും മിണ്ടാതെ ഓം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്ന് ഓർത്തോളൂ. കോർഡിനേറ്റ് ആണ്. അങ്ങനെയൊന്നുമല്ല. ഓം ബിർള. അപ്പോ പ്രതിപക്ഷവും ഭരണപക്ഷവും ചോദിക്കും എന്താണ് നടക്കുന്നത് സാർ, എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഓം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ഓർത്തോളൂ. ഓം ബിർള സ്പീക്കർ ഓഫ് ലോക്സഭ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാർ ആണ്. നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ കുറിച്ചിട്ടും മണ്ഡലത്തിനെ കുറിച്ചിട്ടൊക്കെ നല്ല ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് കോർഡിനേറ്റ് കണക്ട് ചെയ്ത് ഓർത്തോളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനം എന്നാൽ ജ്ഞാനേഷ് കുമാർ ആണ്. എങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത് രാകേഷ് അഗർവാൾ ആണ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അകത്തൊക്കെ പോവേണ്ടി വരും, കൊടും ക്രിമിനലുകളെ പിടിക്കാനായിട്ട്. അപ്പൊ അകത്ത് പോകുമ്പോഴത്തേക്ക് സേഫ്റ്റിക്കായിട്ട് അദ്ദേഹം ഒരു വാളും വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് രാകേഷ് അഗർവാള്. അകത്ത് പോകുമ്പോഴത്തേക്കും സേഫ്റ്റിക്ക് ഒരു വാള്, അതാണ് അഗർവാൾ. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ CBI ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ പ്രവീൺ സൂഡാണ്. CBI ഡയറക്ടർ ഉറപ്പിലെ മമ്മൂക്കയൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര ചൂട് പിടിച്ച കേസ് അന്വേഷണമാണ്. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഹെഡിനും അത് തന്നെയാണ്. ഭയങ്കര ചൂട് പിടിച്ച കേസന്വേഷണം നടത്തുന്ന ഒരു പ്രവീണാണ്. അതാണ് പ്രവീൺ സൂദ്. CBI ഡയറക്ടർ ജനറൽ ആണ്. എങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ പരമേശ് ശിവമണിയാണ്. ഈ ഹിന്ദുക്കളുടെ വളരെ വിലപ്പെട്ടൊരു ഗോഡാണ് പരമശിവൻ എന്ന് പറയുന്ന ദൈവം അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കോർഡിനേറ്റ് കണക്ട് ചെയ്യാം. കോസ്റ്റ് ഗാർഡ് ഹിന്ദുക്കളെ വെച്ചിട്ട് ഓർത്തോളൂ. കോസ്റ്റ് ഉള്ള ഗോഡാണ് പരമശിവൻ. അതാണ് പരമേശ് ശിവമണി. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ SSB ഡയറക്ടർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ സഞ്ജയ് സിംഗാലാണ്. SSB എന്നാൽ സശസ്ത്ര സീമാ ബെൽ. സീമ ബെല്ലടിക്കുമ്പോൾ സഞ്ജയ് സിഗ്നൽ കാണിക്കും എന്ന് ഓർത്തോളൂ. SSB സശസ്ത്ര സീമാ ബെല്ലടിക്കുമ്പോൾ സഞ്ജയ് സിഗ്നൽ കാണിക്കും. എങ്കിൽ SBI ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ചെല്ലാ ശ്രീനിവാസുലു ഷെട്ടിയാണ്. SBIയിൽ പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും പണം അടക്കാനൊക്കെ ചെല്ലാൻ ഫില്ല് ചെയ്യാൻ പറയൂല്ലേ. ചെല്ലാൻ ഫില്ല് ചെയ്തിട്ടായിരിക്കണം വാസലിൽ നിന്നും അകത്തോട്ട് കയറാൻ. അങ്ങനെ ഓർക്കാം. ചെല്ലാൻ ഫില്ല് ചെയ്ത ശ്രീനിവാസൻ വാസൽ വഴി അകത്തോട്ട് വന്ന് SBIയിൽ പണമടച്ചു. അതാണ് ചെല്ലാ ശ്രീനിവാസലു ഷെട്ടി. എങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് PM പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജോലി എന്താണ്? അദ്ദേഹത്തെ നിധി പോലെ കാക്കണം. അങ്ങനെ കോർഡിനേറ്റ് ഓർത്തോളൂ. പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് PM നിധി തിവാരിയാണ്. എങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ V രാമസുബ്രഹ്മണ്യനാണ് എന്നും ഓർത്തോളൂ. മനുഷ്യരെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യത്വമൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. അതുകൊണ്ട് രണ്ട് ദൈവങ്ങളെ ഏൽപ്പിച്ചു എന്നോർത്തോളൂ. ഒന്ന് രാമനും ഒന്ന് സുബ്രഹ്മണ്യനും. കോർഡിനേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിൽ UPSC ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അജയ് കുമാർ. നമ്മൾ UPSC പരീക്ഷയൊക്കെ ജയിക്കുമ്പോഴത്തേക്കും നമ്മൾ അജയനാവുമല്ലേ ജോലി മേടിക്കുമ്പോൾ.
അങ്ങനെ ഓർത്തോളൂ. അതാണ് ആ ആളാണ് ഒരു കുമാർ, അജയനായ കുമാർ, അജയ് കുമാർ, UPSC ചെയർമാൻ. 18th ലോകസഭാ സ്പീക്കർ ആരെ എന്ന് ചോദിച്ചാൽ ഓം ബിർള ആൾറെഡി പറഞ്ഞായിരുന്നു. എങ്കിൽ നാഷണൽ വുമൺ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചാൽ വിജയ രാഹാത്കർ ആണ്. വുമൻസിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി അതാണ് വിജയ രാഹാത്കർ. അവരുടെ ധർമ്മം വുമണിനെ വിജയിപ്പിക്കുക എല്ലാ മേഖലയിലും എന്നാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ ആര് എന്ന് ചോദിച്ചാൽ തപൻ ദേക്ക. ഇന്റലിജന്റ് ആയിരിക്കണം. ഇന്റലിജന്റ് ആകുമ്പോഴത്തേക്കും ഒരു പിഴവും വരാതെ നോക്കണം എന്ന് ഓർത്തോളൂ. പിഴവ് എന്നാൽ തമിഴിലെ തപ്പ് എന്നാണ്, നോക്കണം എന്നാൽ ഹിന്ദിയിലെ ദേക്കോ എന്നാണ്. അപ്പൊ തപ്പ് വരാതെ നോക്കണം എന്നാൽ തപ്പ് വരാതെ ദേക്കോ. തപൻ ദേക്ക ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്ക് തപ്പ് വരില്ല, അതാണ് തപൻ ദേക്ക. എങ്കിൽ DG ഓഫ് BSF ഡയറക്ടർ ജനറൽ ഓഫ് BSF ആര് എന്ന് ചോദിച്ചാൽ പ്രവീൺ കുമാർ ആണ്. പുള്ളി അവിടെ വീണ് കിടന്ന് ബോർഡർ സംരക്ഷിക്കും, അതാണ് പ്രവീൺ കുമാർ വീണ് കിടന്ന് നമ്മുടെ ബോർഡർ സംരക്ഷിക്കും, അതാണ് ഡയറക്ടർ ജനറൽ ഓഫ് BSF. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണല്ലേ, അപ്പൊ അവിടെ വീണ് കിടന്ന് സംരക്ഷിക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലാണ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുജീത് സിംഗ് കപൂർ ആണ്. ശത്രുക്കളെ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കപൂറിനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ അവിടെ പ്രശ്നമുള്ള മേഖലയാണ്, അവിടെ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടി, അതാണ് ശത്രുജീത് സിംഗ് കപൂർ. എങ്കിൽ റെയിൽവേ ബോർഡ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ സതീഷ് കുമാർ ആണ്. ഇതിന്റെ ബോർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. എങ്കിൽ റോ ചീഫ് ആര് എന്ന് ചോദിച്ചാൽ പരാഗ് ജെയിൻ ആണ്. റോ എന്നാൽ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് അല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ ചാര സംഘടന. അജിത് ഡോവലിന്റെ ഒക്കെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ, പാകിസ്ഥാനിലൊക്കെ പോയി വേഷം മാറി കേസൊക്കെ അന്വേഷിച്ച്. അപ്പോ പല പരാക്രമങ്ങളും കാണിച്ചിട്ടായിരിക്കും അവിടെ നിന്നിട്ട് അവര് കേസൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പല വിവരങ്ങളും ചോർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോ പരാക്രമം കാണിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന ആൾ എന്നോർത്തോളൂ. റോ ചീഫ് പരാക്രമം കാണിച്ച് ജയിക്കും, വേഷം മാറിയൊക്കെ പോവേണ്ടി വരും അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആര് എന്ന് ചോദിച്ചാൽ അജിത് ഡോവൽ ആണ്. അതിന്റെ ഒരു കോഡിന്റെ ആവശ്യമൊന്നുമില്ല. ദ ഗ്രേറ്റ് അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. എങ്കിൽ പ്രസന്റ് SSC ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണനാണ്. SSC എന്നാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ്. അവിടെ ജോലി മേടിക്കണം എന്നുണ്ടെങ്കിൽ GK പഠിക്കണം, GKയും കൂടെ പഠിക്കണം. GK എന്നാൽ ഗോപാലകൃഷ്ണൻ എന്നോർത്തോളൂ. എങ്കിൽ VSSC ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ രാജരാജനാണ്. ISROയില് നാരായണനാണെന്നുണ്ടെങ്കിൽ VSSCയില് രാജരാജനാണ് എന്ന് ഓർത്തോളൂ. അവിടെ നാരായണനാണെങ്കിൽ ഇവിടെ രാജരാജൻ. VSSC ചെയർമാൻ. എങ്കിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഗോയൽ ആണ്. ഇവിടെ ഇൻഫർമേഷൻ തരാനിരിക്കുന്ന ഒരു രാജകുമാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി വിവരാവകാശമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുയില് പാടുന്നത് പോലെ വിവരങ്ങളെല്ലാം തരും, അതാണ് കുയിൽ എന്നാൽ ഗോയൽ. കുയിലിനെ പോലെ വിവരങ്ങൾ നൽകുന്ന രാജകുമാരനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാത്തരം പരീക്ഷകളിൽ നിന്നും ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ ആൾക്കാരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്തോളൂ. അവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവത്തില്ല. മാത്രമല്ല ഈ ക്ലാസിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.